ഈ തർക്കം എങ്ങനെ പരിഹരിക്കും? ഇങ്ങനെ CPI കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ പോകുമ്പോൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ഈ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് CPIM എത്തിയാൽ പോലും, സർക്കാർ എത്തിയാൽ പോലും മറുപടി പറയേണ്ടതായ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ബാക്കിയാകുന്നു. ഇങ്ങനെ ഒരു ഒളിച്ചു കടത്തുന്ന തരത്തിൽ, മന്ത്രിസഭയെ പോലും ഇരുട്ടിൽ നിർത്തുന്ന തരത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എന്തിനു പോയി? അതുപോലെ ഈ വർഗീയ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നീക്കം എന്തിനു നടത്തി? തമിഴ്നാടും ബംഗാളുമൊക്കെ നേരത്തെ സ്വീകരിച്ച മാതൃകകൾ മുമ്പിലുണ്ടായിട്ടും ആ മാതൃക പിന്തുടരാതെ ഫണ്ടിന് വേണ്ടി മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തിയെന്ന ചോദ്യങ്ങൾക്കൊക്കെ സർക്കാരും CPIM-ഉം മറുപടി പറയേണ്ടി വരില്ലേ? മുന്നോട്ട് പോയാലും പിൻവാങ്ങിയാലും? ബി ദിലീപ് കുമാർ. ഇനി പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത ഈ പദ്ധതിയിൽ നിന്ന് കേരളത്തിന്റെ പിന്മാറ്റം മാത്രമാണ്. CPIയെ സംബന്ധിച്ച് അതുമാത്രമാണ് ഇപ്പോഴത്തെ അവർ നേരിടുന്ന വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള മാർഗം. അത് CPIM-നെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ CPIM ആകട്ടെ നേരത്തെ പല വിഷയങ്ങളിലും CPI എതിർപ്പുന്നയിച്ചിരുന്നപ്പോഴൊക്കെ അവരെ അവഗണിച്ചുകൊണ്ട് ആ തീരുമാനവുമായി മുന്നോട്ട് പോവുകയും CPIയുടെ എതിർപ്പുകൾ പിന്നീട് അലിഞ്ഞില്ലാതാവുകയും ചെയ്തു. അത്തരത്തിൽ ഈ വിഷയത്തിലും CPI തുടക്കത്തിൽ ഒരു വലിയ എതിർപ്പുമായി വരുന്നു. ക്രമേണ അവരുടെ എതിർപ്പിന്റെ തീവ്രത കുറയും എന്ന കണക്കുകൂട്ടലാണ് CPIM നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് ഈ തീരുമാനവുമായി മുന്നോട്ട് പോവുക എന്നതാണ് CPIM ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. പക്ഷേ CPI സമ്മർദ്ദം ശക്തമാക്കിയാൽ എന്തായിരിക്കും ഇനി സംസ്ഥാന സർക്കാരും CPIM-ഉം ചെയ്യാൻ പോകുന്നത് എന്നതൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പാഠ്യപദ്ധതിയിൽ കാവ്യവൽക്കരണത്തിന് അത് അനുവദിക്കില്ല, അതിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ CPIM-ന് പറയാം. മറ്റു വകുപ്പുകളൊക്കെ ഈ ആരോഗ്യ വകുപ്പും കൃഷി വകുപ്പും ഒക്കെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സഹായം വാങ്ങുന്നുണ്ടല്ലോ. പ്രധാനമന്ത്രിയുടെ പദ്ധതി എന്ന നിലയിലുള്ള പേരുകൾ അവയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്ന വ്യാഖ്യാനമൊക്കെ CPIM-ന്റെ ഭാഗത്ത് നിന്ന് ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അത് പക്ഷേ മറ്റു പദ്ധതികളുടെ കാര്യത്തിലാണ്, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലല്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കാവ്യവൽക്കരണം കൊണ്ടുവരാതിരിക്കുന്നതിനുള്ള വളരെ ജാഗ്രതായ സമീപനം വേണം എന്ന നിലപാടാണ് CPIക്ക്. CPI ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒന്നുകിൽ CPI അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുക, അല്ലെങ്കിൽ CPIM-നെ കൊണ്ട് ഈ കരാറിൽ നിന്നും പിന്നോട്ട് പോകുന്നതിനുള്ള സമ്മർദ്ദം ചെലുത്തുക, ആ തീരുമാനം അംഗീകരിപ്പിക്കുക. ഈ രണ്ടു കാര്യങ്ങളാണ് ഇനി CPIക്കും CPM-നും ഇടയിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് LDF-ൽ ഉണ്ടായിട്ടുള്ള ഈ വലിയ സമ്മർദ്ദം, ആശയക്കുഴപ്പം, ഇതൊക്കെ ഏതായാലും എങ്ങനെയായിരിക്കും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുക എന്നതൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ CPIയുടെ ഭാഗത്ത് നിന്ന് ഈ സുപ്രധാന തീരുമാനം വന്നിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ ഈ തീരുമാനം തിരുത്തുന്നതുവരെ, PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം പിന്നോട്ട് പോകുന്നതുവരെ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനം വന്നിരിക്കുന്നു. ബിനോയ് വിശ്വം ഇന്ന് ഈ കാര്യം പറയുന്നതിനുള്ള സാധ്യത കുറവാണ്. സംസ്ഥാന എക്സിക്യൂട്ടീവ് 27-ാം തീയതി തിങ്കളാഴ്ച ആലപ്പുഴയിൽ ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അക്കാര്യം പറയുക. അതിനിടെ ഇരു പാർട്ടികളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്കും ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലുകൾക്കുമുള്ള സാധ്യത അവിടെ CPI അവശേഷിപ്പിക്കുന്നുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.